സൈറ്റിൽ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്നതിനിടെയാണ് സുക്രുവിന്റെ കോൾ അവന് വരുന്നത്. അവനത് എടുക്കാനൊരുങ്ങിയതും മുകളിൽ നിന്ന് ഒരു കൂടി കോൺക്രീറ്റ് സ്ലാബുകൾ താഴേക്ക് വീഴുന്നു. മരണത്തിന്റെ തൊട്ടു മുന്നിലെത്തിയ നിമിഷങ്ങളിൽ സ്വന്തം ജീവിതം മുഴുവൻ കൺമുന്നിൽ കാണുമെന്ന് കേട്ടിട്ടുണ്ട്. ആ ഓർമ്മകളിൽ മുഴുവൻ അവളായിരുന്നു. സ്ലാബ് വീഴും മുമ്പ് ചാടി മാറിയത് കൊണ്ടാണ് അവന് വലിയ പരിക്കൊന്നും പറ്റാഞ്ഞത്. നിന്റെ ജോലിസ്ഥലം ഇത്ര അപകടമുള്ളതാണെന്ന് ഞാൻ ഓർത്തില്ല. എനിക്കൊട്ട് വല്ല ആർമർ ഇട്ടുകൊണ്ട് വേണം പോകാൻ. അവൻ ഫോണിൽ നോക്കി നിൽക്കുന്നത് കണ്ടവൾ തിരിഞ്ഞു നോക്കുന്നു. നിനക്ക് പ്രൈസ് കിട്ടി. അതിന് ഞാനൊരു മത്സരത്തിനും ചേർന്നില്ലല്ലോ. ഞാനാ കൊടുത്തത്. ജോലി ആവശ്യത്തിനായി ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെയുള്ള ഒരു പോസ്റ്റർ കുക്കിംഗ് റെസിപ്പി കോമ്പറ്റീഷനെ കുറിച്ച് കണ്ടിരുന്നു. അപ്പം നീ പണ്ട് എന്നോട് പറഞ്ഞ റെസിപ്പി ഞാനതിലേക്ക് അയച്ചു കൊടുത്തു. സോറി, നിന്നോട് ചോദിക്കാതെ ഞാനത് ചെയ്തതിന്. എത്രയോ പരീക്ഷകളും മത്സരങ്ങളും എനിക്ക് പ്രൈസ് കിട്ടിയിരിക്കുന്നു. ബട്ട് ഇത്രയും സന്തോഷം എനിക്ക് ഉണ്ടായിട്ടില്ല. അവന് സന്തോഷമാകുന്നു. പിറ്റേന്ന് ഓഫീസിൽ ചെന്നത് ബോസ് അവനോട് ഒരുപാട് ജോബ് പ്രപ്പോസൽസ് വന്നിട്ടുണ്ടെന്നും ഇനി തൊട്ട് നമ്മൾ നല്ല ബിസി ആയിരിക്കുമെന്നും പറയുന്നു. സോറി, എനിക്കൊരാളെ പ്രപ്പോസ് ചെയ്യാനുണ്ട്. ആരെ? സുക്രുവിനെ. എന്ത്? ഇതൊക്കെ എപ്പോ? അതൊക്കെ അങ്ങനെ നടന്നു. എനിക്ക് പ്രപ്പോസ് ചെയ്യാൻ ചില ഐഡിയാസ് പറഞ്ഞു തരുമോ? പിന്നെന്താ, ഞാനിതിലൊരു പുലിയല്ലേ. ബോസ് ഇരുന്ന് നല്ല അടിപൊളി പഴഞ്ചൻ ഐഡിയാസ് പറഞ്ഞു കൊടുക്കുന്നു. കൺസേർട്ടിന് കൊണ്ടുപോയി പ്രപ്പോസ് ചെയ്യുന്നത്, പാർട്ടി നടത്തി പ്രപ്പോസ് ചെയ്യുന്നതും ഒക്കെ അതിലുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ട് കൈയടിച്ചുകൊണ്ട് ഹെയിനും വരുന്നു. കണ്ടോ, ഹെയിന് വരേണ്ട ഐഡിയാസ് ഇഷ്ടമായി. അതെ, റിജക്ഷൻ കിട്ടണമെങ്കിൽ കറക്റ്റ് ബോസ് പറഞ്ഞതുപോലെ പ്രപ്പോസ് ചെയ്താൽ മതിയെന്നേ. അവൾ അവനോട് വളരെ സിമ്പിളായി ആരുമില്ലാത്തപ്പോൾ ഒരു ചെറിയ റിങ്ങൊക്കെ കൊടുത്ത് പ്രപ്പോസ് ചെയ്യാൻ പറയുന്നു. അത് ഭയങ്കര സിമ്പിളല്ലേ? അതെ, എന്തിനാണ് ചുമ്മാ വരെ ആർഭാടത്തോടെ പ്രപ്പോസ് ചെയ്യുന്നത്? ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടെ വെക്കുക എന്നതല്ലേ അതിലെ ഇമ്പോർട്ടൻ്റ്. സിംഹുവിന് അതിഷ്ടമാകുന്നു. തനിക്ക് പ്രൈസ് കിട്ടിയ കാര്യം ഓർത്ത് ഇങ്ങനെ കുള്ളിരി കോരി ഇരിക്കുകയായിരുന്നു സുക്രു. പെട്ടെന്നാണ് മോം അങ്ങോട്ടേക്ക് വരുന്നത്. സുക്രു, ഞാൻ മഡ്ഫ്ലാറ്റ്മാനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അവനെന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വിട്ടുകൊടുക്കാൻ റെഡി ആയില്ല. പുറകെ നടന്നു. അവസാനം അവനെന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. സൂപ്പർ. അപ്പൊ ഹാപ്പി എൻഡിങ് ആയില്ലേ? ബട്ട് എൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് അവനത് പറഞ്ഞത്. അമ്മയ്ക്കാണെങ്കിൽ ഞങ്ങളുടെ ബന്ധം ഇഷ്ടാവൂ? ഇതെല്ലാം കൂടി കേട്ടിട്ട് സുക്രുവിന് എന്ത് പറയണമെന്ന് അറിയാതെ പോകുന്നു. വൈകിട്ട് യാദൃശികമായി കണ്ടുമുട്ടിയതിനെ തുടർന്ന് സിംഹുവും കണ്ണാടിക്കാരനും ഇങ്ങനെ വർക്കിനെ കുറിച്ചും മറ്റും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവൻ താനും മോവും തമ്മിൽ ഇഷ്ടമാണെന്നും മോമിന്റെ അമ്മയ്ക്ക് അതിനോട് താല്പര്യമില്ല എന്നും പറയുന്നത്. കറക്റ്റ് ടൈമിൽ സുക്രു തന്റെ കൂടെ മോമും ഉണ്ടെന്ന് പറഞ്ഞ് സിംഹുവിന് മെസ്സേജ് ഇടുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്ത് കണ്ണാടിക്കാരെയും മോമിനെയും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് സംസാരിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു. അത് ഡ്രങ്ക് ആയിരുന്നെങ്കിലും പറഞ്ഞതല്ല എനിക്ക് ഓർമ്മയുണ്ടോ? പിന്നീട് എന്താ എന്നെ ഒന്ന് വിളിക്കുക പോലും ചെയ്യാഞ്ഞത്? അമ്മ കാരണമാണോ? ഞാൻ കരുതി കാര്യങ്ങൾ തുറന്നു പറയുന്നത് നല്ലതെന്ന്. അതൊന്നും അല്ലെന്നേ. എന്നോട് ഇഷ്ടമാണെന്ന് പറയാതെ അമ്മ നിന്നപ്പോൾ പറഞ്ഞാ. പെട്ടെന്ന് അവൻ അവളെ കിസ് ചെയ്യുന്നു. നെക്സ്റ്റ് സെക്കൻഡിൽ തന്നെ മാറി നിൽക്കുന്നു. എന്ത് പറ്റിയേ? അത് ഞാനിപ്പോൾ പുതിയ ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സൈറ്റിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ നല്ലോണം വിയർത്തിട്ടുണ്ട്. അതിനിപ്പോൾ എന്താ? എനിക്കയാളെ ഒരുപാട് ഇഷ്ടമാണ്. തനിക്ക് ഇഷ്ടമുള്ള ഫുഡെല്ലാം വാങ്ങിത്തരാൻ ഞാൻ. അത് കുറച്ച് വിഷമമുള്ള പരിപാടിയായിരിക്കും. കാരണം എനിക്ക് നല്ല വിശപ്പാ. അപ്പം ഞാൻ ഒരുപാട് ആർട്ടിക്കിൾസ് എഴുതേണ്ടി വരുമല്ലോ. സന്തോഷത്തോടെ അവർ കെട്ടിപ്പിടിക്കുന്നു. സുക്രുവിനായി യൂട്യൂബിലേക്ക് വീഡിയോ എടുത്ത് കൊടുക്കുകയായിരുന്നു സിംഹു. അവളാകെ പരിഭ്രമിച്ചു നിൽക്കുന്നത് കണ്ട് അവൻ അവൾക്ക് കോൺഫിഡൻസ് കൊടുക്കുന്നു. അങ്ങനെ അവർ ആ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നു. ജിമ്മിൽ ആകെ വിഷമിച്ചു നിൽക്കുന്ന ഹെയിനിൻ്റെ അടുത്തേക്ക് ചെന്ന് അനിയൻ ഒരു കുപ്പി വെള്ളം കൊടുക്കുന്നു. എന്താ പറ്റിയേ? ഞാൻ റിജക്റ്റ് ചെയ്യപ്പെട്ടു. റിജക്റ്റ് ആയ കാര്യം ഇങ്ങനെ ഓപ്പണായി പറയാവോ? നാണക്കേടല്ലേ? എന്തിനു നാണം കിടണം? എനിക്ക് അദ്ദേഹത്തോട് ഇഷ്ടം തോന്നിയതിൽ അഭിമാനമേ ഉള്ളൂ. ഞാൻ ഈ വെള്ളം തന്നെന്ന് കരുതി എൻ്റെ അടുത്തിന് ഇഷ്ടമൊന്നും തോന്നരുത് കേട്ടോ. ഈ ജിമ്മിന് വേണ്ടി എൻ്റെ ജീവിതം ഞാൻ സമർപ്പിച്ചേക്കുവാ. അത് കിട്ടവൾ ചിരിച്ചു പോകുന്നു. രാത്രി താൻ പണ്ടെഴുതിയ കവിതയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സുക്രുവിൻ്റെ അച്ഛൻ. അയാളോടമ്മ കടയൊക്കെ നിർത്തി ഇനി ശിഷ്ടകാലം പഴയ പോലെ കവിത എഴുതിയും ചിത്രം വരച്ചുമൊക്കെ കൊണ്ടുപോകാമെന്ന് പറയുന്നു. അയാൾക്ക് സന്തോഷമാകുന്നു. അങ്ങനെ ആ ദിവസം വന്നെത്തിയിരിക്കുന്നു. ഇന്നാണ് സുക്രുവിനെ പ്രപ്പോസ് ചെയ്യാമെന്ന് സിംഹു തീരുമാനിച്ച ആ സുദിനം. രാവിലെ തന്നെ അലാറമൊക്കെ വെച്ച് അവൻ ഐശ്വര്യമായി എഴുന്നേറ്റ് കുളിക്കാൻ കയറുന്നു. എന്നാൽ പകുതിക്ക് വെച്ച് വെള്ളം തീർന്നു പോകുന്നു. അവസാനം അച്ഛൻ കുടിച്ചുകൊണ്ടിരുന്ന വെള്ളം എടുത്ത് തല കഴുകിയിട്ടാണ് അവൻ തൻ്റെ ഷർട്ട് തേക്കാൻ ഒരുങ്ങിയത്. തേക്കുന്നതിനിടയിൽ ഒരു കോൾ വന്നതുകൊണ്ട് കരിഞ്ഞ മണം വരുന്നത് വരെ തൻ്റെ ഷർട്ടിൽ നിന്ന് കരിയുന്ന കാര്യവും അവൻ അറിഞ്ഞില്ല. എന്തായാലും മുൻകൂട്ടി തീരുമാനിച്ച പോലെ തന്നെ കാറിൻ്റെ ഡിക്കിൽ നിറയെ പൂ വെച്ച് അലങ്കാരം ചെയ്ത് വില്യം മാരിമി എന്ന പോസ്റ്ററും ഒട്ടിച്ച് അവൻ അവളെയും കൂട്ടി റെസ്റ്റോറൻറ്റിലേക്ക് തിരിക്കുന്നു. എന്നാൽ വഴിയിൽ വെച്ച് മറ്റൊരു വണ്ടി ഇടിച്ചതുകൊണ്ട് നേരെ വർക്ക്ഷോപ്പിലേക്ക് ആ കാർ മറ്റൊരു വണ്ടി വന്ന് വലിച്ചെടുത്തുകൊണ്ട് പോകുന്നു. റെസ്റ്റോറൻറ്റിൽ ചെന്ന് ആദ്യത്തെ ഡിഷ് ഷെഫ് കൊണ്ടുവച്ചതും ഭാര്യയുടെ ഡെലിവറി കഴിഞ്ഞെന്നും പറഞ്ഞ് കോൾ വന്നതിനെ തുടർന്ന് അയാൾക്ക് പോകേണ്ടി വരുന്നു. തുടക്കം എങ്ങനെയാകണമെന്നതിലല്ല, ഒടുക്കം എങ്ങനെയാണെന്നതിലാണ് കാര്യം. അങ്ങനെ ആത്മവിശ്വാസത്തോടെ വില്യം മാരിമി എന്ന കേക്കുമായി ചെന്നതും അവരുടെ തൊട്ടുമുന്നിൽ മൂടുമിടിച്ചവൻ വീഴുന്നു. കേക്ക് നിലത്ത് വീണ് ഉടഞ്ഞും പോകുന്നു. രാത്രി സുക്രുവിൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് വന്നതാണ് സിംഹുവിൻ്റെ അമ്മ. നമ്മുടെ ഭർത്താക്കന്മാരല്ലേ, അവരിപ്പോൾ കട്ട ചങ്സ.
അത് ഞാനത് ശ്രദ്ധിച്ചു. സിംഹുവിൻ്റെ അമ്മ സുക്രുവിൻ്റെ അമ്മയോട് ഫ്രണ്ട്സ് എല്ലാവരുമായി ക്രൂസ് ട്രിപ്പ് പോകുന്നുണ്ടെന്നും അതിലേക്ക് ഉറപ്പായും വരണമെന്നും പറയുന്നു. പൈസയാണ് പ്രോബ്ലം എങ്കിൽ ഞാൻ പൈസ ഇടാം. അതെന്തിനാ നീ എൻ്റെ പൈസ ഇടുന്നേ? നിന്റെ മകനെ നോക്കി വളർത്തിയതിന് നന്ദിയാണോ? അതിനെനിക്ക് നീ മാസാമാസം അവൻ്റെ ചിലവിനെന്നും പറഞ്ഞ് അയച്ചെന്ന പൈസ ഉണ്ടല്ലോ, അത് മതി. നീ എന്തൊക്കെയാ പറയുന്നേ? നിന്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ് നിനക്ക് കാരണം. രണ്ടുപേരും തമ്മിൽ വലിയ അടിപിടി തന്നെയാകുന്നു. കൃത്യസമയത്ത് ഭർത്താക്കന്മാർ അവിടെ എത്തിയത് കൊണ്ട് അവരെ പിടിച്ചു മാറ്റുന്നു. അന്നത്തെ യൂട്യൂബ് വീഡിയോ ഫിലിം ചെയ്തിട്ട് കഴിക്കാൻ പോകാൻ നിന്നപ്പോഴാണ് തൻ്റെ ചാനലിൽ വന്നൊരു കമൻറ്റ് സുക്രുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ക്യാൻസർ വന്ന് കീമോതെറാപ്പി ചെയ്തുകൊണ്ടിരുന്ന തൻ്റെ അമ്മ അധികം ഭക്ഷണമൊന്നും കഴിക്കില്ലായിരുന്നു എന്നും എന്നാൽ അവളുടെ റെസിപ്പി ഉണ്ടാക്കി കൊടുത്തപ്പോൾ മൊത്തം കഴിച്ചു എന്നുമായിരുന്നു ആ കമൻറ്റിൻ്റെ ഉള്ളടക്കം. ഇത് കണ്ട് സന്തോഷം കൊണ്ട് സുക്രുവിൻ്റെ കണ്ണ് നിറയുന്നു. സിംഹു അവളെ ആശ്വസിപ്പിക്കുന്നു. നീ ഏറ്റവും വിഷമിച്ചിരുന്ന കാലത്ത് നിന്റെ കൂടെ ഞാനില്ലായിരുന്നു. എന്നാൽ ഇനി തൊട്ട് ഇന്ന് നിന്റെ കൂടെ ഉണ്ടാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവൻ തൻ്റെ പോക്കറ്റിൽ നിന്നും ബ്രേസ്ലെറ്റ് പുറത്തെടുക്കുന്നു. സോറി, എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല. പിറ്റേന്ന് ജോലിക്കിരുന്നപ്പോഴും അവൾ എന്തിനാണ് തന്നെ റിജക്റ്റ് ചെയ്തതെന്ന് ആലോചിച്ച് വലിയ വിഷമത്തിലായിരുന്നു സിംഹു. കറക്റ്റ് ടൈമിൽ ദേവദൂതനെ പോലെ കണ്ണാടിക്കാരൻ അങ്ങോട്ടേക്ക് വരുന്നു. അവൻ നടന്നതെല്ലാം പറയുന്നു. അവൾ എന്തിനാണ് റിജക്റ്റ് ചെയ്തത്? ഇനി ഞാൻ റിങ്ങിന് പകരം ബ്രേസ്ലെറ്റ് കൊടുത്തോണ്ടാണോ? അയ്യോ, ചിലപ്പോൾ വിശന്നിരുന്നുകൊണ്ടാവും. അത് ശരിയാ, ഞാൻ അവൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. ഒരു സെൻസും ഇല്ലെങ്കിലും ആ സംഭാഷണം അവന് നല്ല ആശ്വാസം നൽകുന്നു. മോമിന്റെ അമ്മ വീട്ടിലേക്ക് നടക്കുമ്പോൾ തൊട്ടുമുന്നിൽ കണ്ണാടിക്കാരനും മകളും മോമും ഒരുമിച്ച് കൈപിടിച്ച് നടന്നു പോകുന്നത് കാണുന്നു. ഈ കൊച്ച്. അപ്പോഴാണ് മോവും കുഞ്ഞുനാളിൽ പണ്ട് താൻ അവൾക്ക് ഷൂലേസ് കെട്ടിക്കൊടുക്കുന്നത് പോലെ കണ്ണാടിക്കാരൻ്റെ മകൾക്ക് ഷൂലേസ് കെട്ടിക്കൊടുക്കുന്നത് അവർ ശ്രദ്ധിച്ചത്. മോമിന് കണ്ണാടിക്കാരനോടും മോളോടുമുള്ളത് ദയയല്ല സ്നേഹമാണെന്ന് അവർ മനസ്സിലാക്കുകയായിരുന്നു. അപ്പോൾ അവർ വന്നപ്പോഴേക്കും എല്ലാവർക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാമെന്നും പറഞ്ഞ് അമ്മ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. എപ്പോഴത്തെയും പോലെ മോമിന്റെ ആ തീരുമാനത്തെയും അംഗീകരിക്കുകയായിരുന്നു അമ്മ. അപ്പോൾ കുറിച്ച് ബോധം പോയ സിംഹുവിനെയും കൊണ്ട് മാക്സിമം നടന്ന് അവസാനം അവന് ബോധം വരുന്നവരെ വഴിയരികത്തിരിക്കുന്ന സുക്രു. അവന് ബോധം വന്നതും ആദ്യം ചോദിച്ചത് എന്തിനാണ് പ്രപ്പോസൽ റിജക്റ്റ് ചെയ്തതെന്നാണ്. നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല സുക്രു. ഇന്ന് ഒരുപാട് കാലത്തേക്ക് നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. ഒരുപാട് കാലമൊന്നും എനിക്ക് ഉറപ്പ് പറയാനാവില്ല സിംഹു. ഇന്ന് ഞാൻ ഹെൽത്തി ആയിരിക്കും. നാളെ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എല്ലാവരുടെയും കാര്യം അങ്ങനെയാ സുക്രു. ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നമുക്ക് ഒന്നിച്ച് കഴിയാം. അവർ കെട്ടിപ്പിടിക്കുന്നു. അയ്യോ ആൻറ്റി, അമ്മ. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു അവരുടെ അമ്മമാർ. കുടിച്ച് ബോധം പോയ ഭർത്താക്കന്മാരെയും കൊണ്ട് വീട്ടിലേക്കുള്ള വഴിയിലായിരുന്നു അവർ രണ്ടുപേരും.